അപ്പോൾ ഞാൻ പറയാം, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ വായ്ക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വായ്ക്ക് കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ബെയിറ്റ് എറിഞ്ഞ് നോക്കട്ടോ. കാരണം വെച്ചാൽ വെള്ളത്തിൽ നല്ല രീതിയിൽ ഓളം വരാൻ തുടങ്ങിയ കാരണം നമുക്ക് വാഴയുടെ ആക്ടിവിറ്റി കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ പുല്ലിൻ്റെ ആക്ടിവിറ്റി ഒക്കെ ഇടയ്ക്ക് നല്ല രീതിയിൽ കണ്ടുകൊണ്ട് നമ്മൾ അതൊക്കെ ബെയിറ്റ് ഉണ്ടായിരുന്ന ബെയിറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് സ്പൈഡർ എറിഞ്ഞിട്ട് മീൻ പിടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഗിരീഷൻ ആദ്യത്തെ ഒരു ബെയിറ്റ് എറിഞ്ഞിട്ട് അതിൽ ഇട്ട വഴി തന്നെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ നിൽക്കുന്ന പുഴയുടെ നടുക്കുഭാഗത്തായിട്ടാണ് വള്ളം ഇട്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും അത്യാവശ്യം സ്ഥിരമായിട്ട് തന്നെ ആൾക്കാർ കാർ പുഷിങ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തീറ്റയും കാര്യങ്ങളൊക്കെ ഡെയിലി വീഴുന്നതുകൊണ്ട് തന്നെ മീൻ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഈ കൂടുതൽ ഇവിടെ തൂളി കേട്ടോ, ഇഷ്ടംപോലെ തൂളിയാണ്. ചെറിയ തൂളിയും വലിയ തൂളിയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം വലിയ മീനുകളൊന്നും തന്നെ ഇതുവരെ അങ്ങനെ അടിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു രസത്തിന് അങ്ങനെ ചെയ്ത് തുടങ്ങിയ കേട്ടോ. അത് നമ്മളെ സ്റ്റിനോയ്ക്ക് പറഞ്ഞ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇടേണ്ട താമസം ഇട്ട തീറ്റ ചെന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ കയറി അടിക്കും. പണ്ട് നമ്മൾ കളം തെളിച്ച് മീൻ പിടിച്ചപ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു മീൻ കിട്ടുക, അതേപോലെ തന്നെ കേട്ടോ ഇത്തവണ ഇവിടെ നമുക്കിങ്ങനെ മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് കളവും തെളിക്കണ്ട, ചുമ്മാ കഴിച്ചുകൊണ്ടിട്ടാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ മീനും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. അപ്പോൾ കിട്ടുന്ന വെച്ചിട്ട് ഒത്തിരി ഓവർ സൈസുള്ള പുല്ലനൊന്നുമല്ല, ചെറിയ മത്തിപ്പുല്ലനാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളെ ഈ പുല്ലൻ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. പനന്തൂളിയുണ്ട്, അതുപോലെ തന്നെ സാധാ തൂളിയുണ്ട്, പിന്നെ മത്തിത്തൂളി, അങ്ങനെ പല ടൈപ്പിലുള്ള മീനുണ്ട്. പൊതുവെ നമ്മൾ ഈ കാർ ഫിഷിങ്ങിന് ചെല്ലുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന 2 മീനെന്ന് വെച്ചാൽ പരലും അതുപോലെ നമ്മൾ ഈ തൂളി കേട്ടോ നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന 2 മീനുകൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ തൂളിയായിരിക്കും. തൂളിയൊക്കെ ഒരു തീർന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ വലിയ മീനുകളൊക്കെ അടിക്കാൻ തുടങ്ങത്തുള്ളൂ. കാരണം നമ്മൾ തീറ്റ ഇടുമ്പോൾ തന്നെ തീറ്റയിലോട്ട് ഈ ആദ്യം വന്ന തീറ്റ അപ്രോച്ച് ചെയ്യുന്നത് നമ്മുടെ ഈ തൂളിയും പരലൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ വാഹയുള്ളതുകൊണ്ട് പരല് കുറവാണ്, പക്ഷെ കൂടുതലും തൂളിയാണ് കേട്ടോ ഉള്ളത്. തൂളി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് തൂളിയുണ്ട്. അതാണ് നമ്മൾ ഇടുന്ന വഴിയാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗിരീഷേണ്ണൻ ഇട്ട വഴി ഗിരീഷേണ്ണനും അടിച്ചിട്ടുണ്ട്. സ്റ്റിനോയെ ജസ്റ്റ് അവിടെ നിന്ന് മീൻ അടിച്ച് കയറ്റി വള്ളത്തിൽ ഇട്ടേ ഉള്ളൂ. അപ്പോൾ തൊട്ട് പറയാനത് നമ്മുടെ ഗിരീഷേണ്ണൻ്റെ ചൂണ്ടലും അടിച്ചിട്ടുണ്ട് കേട്ടോ. അടിക്കുന്നത് വെച്ചാൽ ഇതുപോലെ ചെറുതാണ്, 1-2 ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഫിഷിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്പൈഡർ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ മീൻ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റിനോ തന്നെ അടിച്ച് കയറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫുള്ള് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സീനൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ കട്ടയ്ക്കൂടെ ഒന്ന് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റിനോയ്ക്ക് അടുത്തൊരു മീനോട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തൂളിപിടുത്തം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഇങ്ങനെ എന്താ പറയുക, നമ്മൾ വായ്ക്ക് കാസ്റ്റ് ചെയ്യാൻ വന്നിട്ട് വെള്ളത്തിന് ഇച്ചിരി ഓളം ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയത്. പക്ഷേ എന്നാലും ഇങ്ങനെ ഇടുമ്പോഴേ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ട് ഇട്ടാൽ പോലും നല്ല രീതിയിൽ കിട്ടും. പക്ഷേ കഴിച്ചുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആഴമാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-30 അടി താഴ്ചയുണ്ട് നമ്മൾ ഈ നിൽക്കുന്ന ഒരു ഭാഗത്തിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിട്ട് പിടുത്തം ഒരിക്കലും ഒരു പോസിബിൾ അല്ല. അതുപോലെ തന്നെ ബെയ്റ്റ് നമ്മൾ എന്താ പറയുക സിംഗിൾ ഓപ്പൺ ഹുക്കൊക്കെ ഇട്ടിട്ടാണ് പിടിക്കുക. പക്ഷേ തൂളിയൊക്കെ പിടിക്കാനായിട്ട് ഏറ്റവും നല്ല സ്പൈഡർ തന്നെയാണ്. കാര്യം വെച്ചാൽ ഇവന്മാർ കുടഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വായിക്കാത്തല്ലാതെ തന്നെ ദേഹത്ത് എവിടെയെങ്കിലുമൊക്കെ കൊളുത്തി കയറിക്കോളും. പിന്നെ അതുപോലെ ഒന്നിൽ കൂടുതൽ മീൻ കിട്ടാനുള്ള ചാൻസും വളരെ കൂടുതൽ ഈ ഒരു ഇങ്ങനത്തെ ഒരു മെത്തേഡ് നമ്മൾ പിടിക്കുമ്പോഴേ. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഇതാണ്. അപ്പോൾ എന്തായാലും ഇതേ നമ്മുടെ സ്റ്റിനായി അടുത്തൊരു മീൻ കയറിയിട്ടുണ്ടോ. ഈ സ്പൈഡർ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ കൊളുത്തി എവിടെയെങ്കിലുമൊക്കെ കൊളുത്ത് കയറി ചുറ്റിപ്പണഞ്ഞ് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ നമ്മുടെ ഗിരീഷേൻ്റെ റിഗിൽ ഒരു മീൻ അടിച്ചിട്ട് അതിൻ്റെ ഡ്രാഗിൻ്റെ ടൈറ്റ് ചെയ്യുന്ന ആ സാധനം പൊട്ടിപ്പോയി. അപ്പോൾ അത് കാരണം പുള്ളി പതുക്കെ കൈ കൊണ്ടാണ് വലിച്ച് കൈ കൊണ്ട് തന്നെ കാസ്റ്റ് ചെയ്ത് ഇട്ടിട്ട് പതുക്കെ കൈ കൊണ്ട് തന്നെയാണ് റിട്രീവ് ചെയ്ത് കയറ്റുന്നത്. ബ്രൈഡായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ, ടങ്കീസ് ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെ മീൻ പിടിക്കാൻ നല്ല രസമാണ്. നമ്മൾ ഹാൻഡ് ലൈനിൽ മീനടിച്ച് കയറ്റുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെ. ശരിക്കും ആ മീനിൻ്റെ ഒരു ഫൈറ്റും കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് അനുഭവിക്കാൻ പറ്റും. അതാണ് ഈ ഒരു ഹാൻഡ് ലൈനിൽ നമ്മൾ വലിച്ച് കയറ്റുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഗിരീഷനും പതുക്കെ മീനെ വലിച്ചടുപ്പിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനെ അടിപ്പിക്കുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ മീൻ കുടഞ്ഞാൽ നമുക്ക് വിട്ട് കൊടുത്ത് അതൊക്കെ ലൂസ് ചെയ്തൊക്കെ നമുക്ക് മീനെ കയറ്റാൻ പറ്റും. കണ്ട എടുത്ത വഴി തന്നെ വിട്ടുപോയി. അപ്പോൾ ഒത്തിരി ഓവർ ഹുക്കൊന്നും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്റ്റിക്കർ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ കയറ്റുവാണെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് മീനെ കരയ്ക്ക് കയറ്റാൻ ലാൻഡ് ചെയ്യിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ ആ ഒരു എന്താ പറയുക മീനെ പിടിക്കുന്നതിൻ്റെ ശരിക്കും ഒരു ഫീല് നമുക്ക് കയ്യിൽ അനുഭവിക്കാനും പറ്റും നമ്മളിങ്ങനെ ഹാൻഡ് ലൈനിൽ വലിച്ച് കയറ്റുമ്പോൾ. അതാണ് ഈ ഒരു ഹാൻഡ് ലൈനിൽ വലിച്ച് കയറ്റുന്നതുകൊണ്ടുള്ളൊരു പ്രത്യേകത. ഇപ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടി കേട്ടോ. ഏകദേശം ഒരു 5 ടൺ ഇപ്പം തന്നെ കിട്ടി, കുറച്ച് സമയം കൊണ്ട് തന്നെ. കാരണം ഇടേണ്ട താമസം ഇങ്ങനെ ചെറുപറാന്ന് മീൻ കിട്ടിക്കൊണ്ടേ ഇരിക്കുക. നമ്മുടെ വള്ളത്തിനകത്ത് മീനെ സേഫായിട്ട് വെക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മീൻ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും വെക്കാം. അപ്പോൾ വീണ്ടും നമ്മുടെ സ്റ്റീനോ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മൾ ഇപ്പോൾ പുഴയുടെ നടുക്ക് തന്നെ നമ്മൾ നിൽക്കുന്നത്. പുഴയുടെ നടുക്കുന്ന അതായത് കരയിൽ നിന്ന് ആൾക്കാർ കാസ്റ്റ് ചെയ്ത് തീറ്റ വീഴുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളും കാസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പുഴയുടെ നടുക്കുന്ന കുറച്ചിങ്ങനെ മാറി നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇട്ട വഴി തന്നെ നമ്മുടെ സ്റ്റീനോയ്ക്ക് അടുത്ത അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം തീറ്റ എന്താ പറയുക കൂടുതൽ കാസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണിക്കാതെ പെട്ടെന്ന് മീൻ അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ കാസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണിക്കാതെ. പക്ഷേ അടിച്ചിരിക്കുന്ന ശേഷം നല്ല മീനാന്ന് തോന്നി. ഇപ്പം
കാരണം വെച്ചാൽ നല്ല രീതിയിൽ ലോഡ് കിട്ടുന്നുണ്ട്. നമ്മൾ സ്റ്റിക്കാൻ നോക്കിയാൽ അറിയാം. കാരണം ചെറിയ ഒരു തുള്ളിയൊക്കെ ആണെങ്കിൽ വലിയ ലോഡ് നമുക്ക് വരത്തില്ല, ഫ്രീ ആയിട്ട് നമുക്ക് കയറ്റാം. പക്ഷേ ഇത് ഇത്തവണ അടിച്ചിരിക്കുന്ന അത്യാവശ്യം വലിയ മീനാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ ലോഡ് വരുന്നുണ്ട് സ്റ്റിക്കയിൽ. പിന്നെ ഇങ്ങനെ കാർ പുഷിങ് ചെയ്യുമ്പോൾ എപ്പോഴും പതുക്കെ സ്ലോ ആയിട്ട് നമ്മൾ ചെയ്യാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ തൂളിയുടെയൊക്കെ വായ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ കട്ടി കുറവ്. അപ്പോൾ നമ്മളൊന്ന് സഡൻലി വലിച്ചാൽ പെട്ടെന്ന് അത് വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യണം, എന്നാലേ നമുക്ക് മീൻ മിസ്സാവാതുള്ളൂ. അതെ, വീണ്ടും നമ്മുടെ സ്റ്റിനോയ്ക്ക് അത്യാവശ്യം മുഴുത്തൊരു തൂളി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു തീറ്റ പോലും പോകുന്നില്ല, തീറ്റ എറിഞ്ഞിട്ടുമ്പോൾ ആ ഉള്ള തീറ്റയില്ല, അത് തന്നെയാണ്. അത് ഇടുമ്പോഴേ വന്ന് കയറി അടിക്കുകയാണ്. അതാണ് വേറെ പെട്ടെന്ന് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇട്ട വഴി തന്നെ മീൻ കയറി അടിച്ചു. അപ്പോൾ തന്നെ വലിച്ചേറ്റും. അപ്പോൾ തീറ്റ പോലും പോയിട്ടില്ല. അവൻ തീറ്റ മീനെ ഹുക്കിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ബോക്സിനകത്തോട് ഇടുക കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് വലയും കാര്യങ്ങളൊന്നും കൊണ്ട് നടക്കണം. നമ്മുടെ ബോക്സ് കൊണ്ട് വള്ളത്തിനകത്ത് ഇങ്ങനെ ഒരു ബോക്സ് ഉള്ളത് കൊണ്ട് നമുക്ക് സൗകര്യമായിട്ട് അതിനകത്ത് വെള്ളം കയറ്റാനും ഇറക്കാനും ഒക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സുഖമാണ് കേട്ടോ. തന്നെ അതേ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ദേവനെ മാറ്റി ഇട്ടിട്ട് വീണ്ടും പരിപാടി തുടങ്ങാം. അപ്പോൾ അതേ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിന വീണ്ടും കാസ്റ്റ് ചെയ്ത് അതേ തീറ്റാനെ വീണ്ടും എറിഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഇട്ട വഴി തന്നെ അടുത്ത് അടിച്ചു. കാരണം ഒത്തിരി സമയമൊന്നുമില്ല, ഇടുന്ന വഴി അടിക്കുക. അത് പെട്ടപടേന്ന് പറഞ്ഞുള്ള പരിപാടികളാണ്. അതും സ്റ്റിനോ അതൊക്കെ റിട്രീവ് ചെയ്ത് കയറ്റുന്നുണ്ട്. ഇത്തവണയാണ് നമ്മൾ സ്റ്റിനോയ്ക്ക് ഏറ്റവും കൂടുതൽ ലോട്ടറി അടിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾ കയറി കഴിയുമ്പോൾ കണ്ടാൽ മതി എന്താ സംഭവം എന്നുള്ളത്. സ്പൈഡർ കൊണ്ട് ഉള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സ്പൈഡർ ഉപയോഗിച്ച് മീൻ പിടിച്ചാലുള്ള ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്. നമ്മളിപ്പം മെയിനായിട്ട് നമ്മളിതുപോലെ മീൻ പിടിക്കുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ മീൻ കിട്ടുക എന്നുള്ളതല്ലേ. പക്ഷെ ഇത് ഭയങ്കര ലോട്ടറി ആയിപ്പോൾ നമ്മുടെ സ്റ്റിനോയ്ക്ക്. കാരണം വെച്ചാൽ ഇത്രയും നാളും നമ്മളും ഇപ്പോൾ കുറേ കാലം കൂടിയിട്ട് ഇങ്ങനെ കാർപൂഷ് ചെയ്തിട്ട് ഇങ്ങനെ മീൻ കിട്ടുന്ന ആദ്യമായിട്ട്, ഈ ഒരു രീതിയിൽ മീൻ കിട്ടുന്ന ആദ്യമായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ അടുത്ത് വന്നിട്ടുണ്ട്. ഒറ്റ സ്പൈഡറിൽ തന്നെ ഏകദേശം 4 പുല്ലും കയറി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഇട്ട വഴി തന്നെ അടിച്ചു കേട്ടോ. ആ വാച്ചാൻ ഒരു സ്പൈഡറെ തന്നെ എത്ര എണ്ണം നോക്കി ഹാട്രിക് അല്ലേ, ഒറ്റ സ്പൈഡറിൽ എത്ര എണ്ണം നോക്കി, ഒറ്റ സ്പൈഡറിൽ 4 പുല്ലൻ. അടിപൊളി. നമ്മുടെ സ്റ്റിനോ അടിച്ചു കയറ്റിയത് ഒരൊറ്റ സ്പൈഡറിൽ 4 പുല്ലൻ. അടിപൊളി അടിപൊളി, പൊളിച്ച്. അത് കൊള്ളാട്ടോ, അത് വെറൈറ്റി ആയിപ്പോയി. ഇതുവരെ 2 എണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് ഓരോന്ന് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇതിന് മുമ്പ് നമുക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടേ ഇത് മൊത്തം 4 എണ്ണം. അത്യാവശ്യം സൈസുള്ള തുളി കേട്ടോ എല്ലാം. അടിപൊളി. കിടു. അപ്പോൾ പറഞ്ഞേ നമ്മുടെ ഗിരീഷനെ അടുത്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് എത്ര ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, അതായത് നമുക്ക് നോക്കാം. അടിച്ച് കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. തൂളിയാട്ടോ, തൂളി തന്നെ കൂടുതൽ ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് അടിച്ചുകൊണ്ട് വന്ന വഴിക്കുള്ള വാഹ കയറി അടിച്ചാൽ ലോട്ടറി ആവും. ട്രാ കൊടുത്ത് കയറ്റി ലൂസ് ചെയ്ത് ട്രാഗൽ ഓടിച്ച് കയറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ വിട്ടു. തള്ളിക്കോട്ടെ. അവരുടെ കണ്ണ് തള്ളിയാലും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നല്ല കാര്യമാണ്. അടുത്ത തുളി ചെറിയ തുളി കേട്ടോ, മത്തി തുളി കണ്ടോ, ചെറുത് വരട്ടെ. അടിപൊളി.